ഒരാൾ അല്പനേരം പ്രാർത്ഥിച്ചാൽ അയാളുടെ തലച്ചോറ് റീവയർ ചെയ്യുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ അയാളുടെ തലച്ചോറിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് പഠിക്കുന്ന ഒരു സയൻസ് വിഭാഗമാണ് ന്യൂറോ തിയോളജി. ന്യൂറോ തിയോളജിയും ന്യൂറോ സയൻസിലുള്ള സ്റ്റഡീസ് പഠിപ്പിക്കുന്നത് ഒരു വ്യക്തി കൂടുതൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് നേരം പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആങ്സൈറ്റി കുറയും, ഫോക്കസ് കൂടും, ശ്രദ്ധിക്കാനുള്ള കഴിവ് കൂടും, ബ്രെയിൻ ഫോഗ് ഇപ്പോൾ കോമൺ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്, അത് കുറയും എന്നൊക്കെയാണ്. ഇത് സംഭവിക്കാനുള്ള കാരണം ബ്രെയിനിലെ ഫ്രോണ്ടൽ കോർട്ടെക്സിലുള്ള ഇൻക്രീസ്ഡ് ആക്ടിവിറ്റിയും ബ്രെയിനിലെ അമിഗ്ഡാലയിലെ റെഡ്യൂസ്ഡ് ആക്ടിവിറ്റിയുമാണ്. ആൻഡ്രൂ ന്യൂബർഗ് പോലെയുള്ള വലിയ റിസർച്ചേഴ്സ് ബ്രെയിനിലെ ഈ ചേഞ്ചസിനെ സ്റ്റഡി ചെയ്യുകയും അതിന്റെ ഇമേജസും പുറത്തുവിട്ടിട്ടുണ്ട്. ബട്ട് ഹിയർ ഇസ് ദ ക്യാച്ച്. സിമിലർ ആയിട്ടുള്ള ബ്രെയിൻ ആക്ടിവിറ്റി ഒരാൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നല്ല നല്ല കോൺവെർസേഷൻസിൽ ഏർപ്പെടുമ്പോഴും സംഭവിക്കാറുണ്ടെന്നാണ് സ്റ്റഡീസ് കാണിക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ പ്രാർത്ഥന മൈൻഡിനെ കാം ചെയ്യുന്ന ഒരു മെത്തഡ് മാത്രമാണോ? നോട്ട് റിയലി. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരാൾ അവരിൽ തന്നെ ഫോക്കസ് ചെയ്ത് അവരെ കാം ഡൗൺ ചെയ്യാൻ ശ്രമിക്കുന്ന മെത്തഡാണ്. പക്ഷെ പ്രെയർ അല്ലെങ്കിൽ ക്രിസ്ത്യൻ പ്രെയർ പെർട്ടിക്കുലർലി ഒരു വ്യക്തിയോട് സംസാരിക്കുന്നതാണ്. ഒരു ക്രിസ്ത്യൻ പ്രെയറിൽ ഒരു വ്യക്തി യേശു ക്രിസ്തുവിനോട് നേരിട്ട് സംസാരത്തിൽ ഏർപ്പെടുകയാണ്. അവിടെ മെഡിറ്റേഷനോ സ്ട്രെസ് റിലീഫ് മെത്തേഡോ അല്ല നടക്കുന്നത്, മറിച്ച് ഈശോയോട് നമ്മൾ നേരിട്ടൊരു കോൺവെർസേഷനും റിലേഷൻഷിപ്പിലും ആവുകയാണ്. സയൻസ് ഒക്കെ വരുന്നതിന് ഒത്തിരി മുന്നേ ബൈബിളിൽ എഴുതപ്പെട്ടതാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ബൈബിളിൽ പറയുന്ന മനസ്സിന്റെ നവീകരണമാണ് ബ്രെയിനിന്റെ ന്യൂറോപ്ലാസ്റ്റിസിറ്റി. റിപ്പീറ്റഡ് ആയിട്ടുള്ള ഫിസിക്കൽ എക്സസൈസ് മസിലിനെ സ്ട്രെങ്തനും ബിൽഡും ചെയ്യുന്നത് പോലെ ബ്രെയിനിനെ ചേഞ്ച് ചെയ്യാൻ റിപ്പീറ്റഡ് ആക്ഷൻസിനെ പറ്റും. ആൻഡ് അതിനാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. സോ യെസ്, പ്രേയർ ക്യാൻ ചേഞ്ച് യുവർ ബ്രെയിൻ. പക്ഷെ അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഇറ്റ് ക്യാൻ കണക്ട് യു ടു ഗോഡ്. മേ ബി ഇന്ന് നമുക്കൊരു 10 മിനിറ്റ് ശാന്തമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുകയോ ഒരു ബൈബിൾ വചനം ധ്യാനിക്കുകയോ ജപമാലയുടെ ഒരു രഹസ്യമെങ്കിലും ചൊല്ലാൻ ശ്രമിച്ചാലോ? ഗോഡ് ബ്ലെസ് യു. ബൈ.